നമസ്കാരം. കേരളം മനസാക്ഷിയെ മരവിപ്പിച്ച തിരുവനന്തപുരം ഊരുട്ടമ്പലം ഇരട്ടക്കൊലപാതക കേസിലെ പ്രോസിക്യൂഷൻ നടപടികൾ കോടതിയിൽ അതിവേഗം പുരോഗമിക്കുന്നു. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാർന്ന ദിവ്യ എന്ന 23-കാരിയെയും ലോകം കണ്ടു തീർക്കാത്ത അവളെ 2.5 വയസ്സുകാരിയായ മകൾ ഗൌരിയും അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ കേസ്. പൂവാർ സ്വദേശിയായ മാഹിൻ കണ്ണ് എന്ന പ്രതി താൻ വിവാഹിതനാണെന്ന വിവരം തന്റെ യഥാർത്ഥ മതവും പൂർണ്ണമായി ഒളിച്ചുവെച്ചാണ് മാർനല്ലൂർ സ്വദേശിയായ ദിവ്യയുമായി സൗഹൃദത്തിലാവുന്നത്. മനു എന്ന വ്യാജ പേരിൽ ദിവ്യയുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടിയ ഇയാൾ ഇവരുമായി പ്രണയത്തിലാവുകയും തുടർന്ന് ഊരുട്ടമ്പലത്തെ ഒരു വാടക വീട്ടിൽ ഒന്നിച്ച് താമസം ആരംഭിക്കുകയുമായിരുന്നു. ഈ ഒത്തുജീവിതത്തിനിടയിലാണ് ഇവർക്ക് ഗൌരി എന്ന മകൾ ജനിക്കുന്നത്. എന്നാൽ ദിവ്യ ഗർഭിണിയായ ഘട്ടത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴുകിമാറുവാൻ പ്രതി ശ്രമിച്ചിരുന്നു. ഇയാൾ തന്ത്രപരമായി ഗൾഫിലേക്ക് കടന്നുവെങ്കിലും ദിവ്യയുടെ വീട്ടുകാർ നടത്തിയ ശക്തമായ ഇടപെടലുകളെ തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തുവാൻ നിർബന്ധിതനായി. നാട്ടിലെത്തിയ ശേഷം ഇവർ വീണ്ടും താമസം തുടരുന്നതിനിടയിലാണ് മനു എന്ന വ്യാജപ്പേരുകാരന്റെ യഥാർത്ഥ മുഖം ദിവ്യ തിരിച്ചറിയുന്നത്. മാഹിൻ കണ്ണിന് റുഖ്യ എന്നൊരു ഭാര്യയുണ്ടെന്ന സത്യം ബോധ്യപ്പെട്ടതോടെ വാടക വീട്ടിൽ നിരന്തരമായ കുടുംബ കലഹങ്ങളും തർക്കങ്ങളും പതിവായി. ഈ കലഹങ്ങളാണ് പിന്നീട് വലിയൊരു ദുരന്തത്തിലേക്ക് വഴിമാറിയത്. മാഹിൻ കണ്ണിന് ദിവ്യയുമായുള്ള ബന്ധവും അവർക്കൊരു മകളുണ്ട് എന്ന വിവരവും ഒടുവിൽ ഇയാളുടെ ആദ്യ ഭാര്യ റുഖ്യ അറിയുവാൻ ഇടയായി. ദിവ്യയും കുഞ്ഞിനെയും തന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയാൽ മാത്രമേ ഇനി ഒന്നിച്ച് ജീവിക്കൂ എന്ന റുഖ്യ ശാഠ്യം പിടിച്ചതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തന്റെ ആദ്യത്തെ കുടുംബജീവിതം തകരാതിരിക്കാൻ മാഹിൻ കണ്ണും റുഖ്യയും ചേർന്ന ദിവ്യയും മകളെയും എന്നേക്കുമായി ഇല്ലാതാക്കുവാൻ ക്രൂരമായ ഗൂഢാലോചന നടത്തുകയായിരുന്നു. 2011 ഓഗസ്റ്റ് 18 ആ ശാപദിനത്തിലാണ് പ്രതികൾ തങ്ങളുടെ ക്രൂരമായ പ്ലാൻ നടപ്പിലാക്കിയത്. അന്ന് രാവിലെ താനും കുഞ്ഞും മാഹിൻ കണ്ണിനൊപ്പം പുറത്തേക്ക് പോവുകയാണെന്ന് ദിവ്യ സ്വന്തം അമ്മ രാധയെ വിളിച്ച് അറിയിച്ചിരുന്നു. എന്നാൽ അത് താങ്കളുടെ അവസാന യാത്രയാണെന്ന് ആ പാവ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല. ഊരുട്ടമ്പലത്തെ വാടക വീട്ടിൽ നിന്നും ഓട്ടോറിക്ഷയിലാണ് മാഹിൻ കണ്ണ് ദിവ്യയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുപോയത്. പൂവാർ വഴി അതിർത്തി കടന്ന് തമിഴ്നാട്ടിലെ ഇരയിമ്മൻതുറയ്ക്ക് സമീപമുള്ള ആളൊഴിഞ്ഞ കടൽ തീരത്താണ് ഇയാൾ ഇവരെ എത്തിച്ചത്. അവിടെ വെച്ച് കരിങ്കടലിന്റെ ഇരമ്പലുകൾക്കിടയിലേക്ക് ആ അമ്മയും മകളെയും ഇയാൾ തള്ളിവിട്ടു. പ്രോസിക്യൂഷൻ കണ്ടെത്തലുകൾ പ്രകാരം 2.5 വയസ്സുകാരി ഗൌരിയെ പ്രതി ആദ്യം കടലിലേക്ക് എറിഞ്ഞു. ഇത് കണ്ട് തടയാൻ ശ്രമിച്ച ദിവ്യയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് കടലിലേക്ക് തള്ളിയിട്ടത്. കുറ്റകൃത്യത്തിന് ശേഷം യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ മാഹിൻ കണ്ണ നാട്ടിലേക്ക് മടങ്ങി. മകൾ തിരിച്ചെത്താത്തതിനെ തുടർന്ന് ദിവ്യയുടെ വീട്ടുകാർ മാർനല്ലൂർ പോലീസിൽ പരാതി നൽകിയപ്പോൾ ദിവ്യ വേളാങ്കണ്ണിയിൽ ഉണ്ടെന്നും അവരെ താൻ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മാഹിൻ കണ്ണ് വളരെ പെട്ടെന്ന് തന്നെ വിദേശത്തേക്ക് കടന്നുകളയുകയായിരുന്നു. ഈ കേസിന്റെ ആദ്യഘട്ടങ്ങളിൽ ലോക്കൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് സമാനതകളില്ലാത്ത വീഴ്ചയും അനാസ്ഥയുമാണ്. ദിവ്യയും കുഞ്ഞിനെയും കാണാതായി 4-ാം ദിവസം തന്നെ മാതാപിതാക്കൾ മാർനല്ലൂർ സ്റ്റേഷനിൽ പരാതി നൽകി. എന്നാൽ കേസ് ഗൗരവത്തോടെ അന്വേഷിക്കുന്നതിന് പകരം പരാതിക്കാരെ പൂവാറിലെ മാഹിൻ കണ്ണിന്റെ വീട്ടിലേക്ക് പറഞ്ഞുവിടുകയാണ് അന്ന് പോലീസ് ചെയ്തത്. പ്രതിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ കാണാതായ ദിവസം ഇയാൾ അതിർത്തി കടന്ന് തമിഴ്നാട്ടിൽ പോയതായി വ്യക്തമായി തെളിവ് ലഭിച്ചിട്ടും മാർനല്ലൂർ പോലീസ് അന്ന് അനങ്ങിയില്ല. ഒടുവിൽ പ്രതിയെ കണ്ടെത്താനാകാത്ത സാധാരണ തിരോധാന കേസ് എന്ന ലേബൽ ഒട്ടിച്ച് പോലീസ് ഈ ഫയൽ പൂഴ്ത്തിവെക്കുകയായിരുന്നു. എന്നാൽ സത്യം എത്ര കാലം മൂടിവെച്ചാലും അത് പുറത്തു വരുമെന്ന പ്രകൃതി നിയമം ഇവിടെയും പ്രവർത്തിച്ചു. കൊലപാതകം നടന്ന 2 ദിവസത്തിനു ശേഷം തമിഴ്നാട്ടിലെ തേങ്ങാപ്പട്ടണം കുളച്ചൽ തീരങ്ങളിൽ നിന്ന് 2 അജ്ഞാത മൃതദേഹങ്ങൾ തമിഴ്നാട് പോലീസ് കണ്ടെടുത്തിരുന്നു. അന്ന് അവർ ആ മൃതദേഹങ്ങളുടെ ചിത്രങ്ങളെടുത്ത് സൂക്ഷിക്കുകയും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി സംസ്കരിക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം, അതായത് 2019 ഈ കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടു. തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ കീഴിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടു. അന്നത്തെ റൂറൽ SP ശില്പ ദേവയ്യ, ASP MK സുൽഫിക്കർ, DYSP ജോൺസൺ, KJ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേസ് ഏറ്റെടുത്തതോടെയാണ് വഴിത്തിരിവുണ്ടാകുന്നത്. തമിഴ്നാട് പോലീസിന്റെ പക്കലുണ്ടായിരുന്ന അജ്ഞാത മൃതദേഹങ്ങളുടെ പഴയ ചിത്രങ്ങൾ അന്വേഷണ സംഘം ദിവ്യയുടെ സഹോദരി ശരണ്യെ കാണിച്ചപ്പോൾ അവർ കണ്ണീരോടെ ആ വസ്ത്രങ്ങളും രൂപവും തിരിച്ചറിഞ്ഞു. അതോടെ കാണാതാകൽ കേസ് ഔദ്യോഗികമായി കൊലപാതക കേസായി മാറി. 2022 മാഹിൻ കണ്ണും ഭാര്യ റുഖ്യയും ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലാവുകയും കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ദീർഘനാളത്തെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചതിനു ശേഷമാണ് തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനുള്ള വിപുലമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയത്. വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ ആശ്രയിക്കുന്ന പ്രധാന തെളിവുകളുടെ വിവരങ്ങൾ ഇങ്ങനെയാണ്.
109 സാക്ഷികൾ, കൊലപാതകത്തിന്റെ ആസൂത്രണം നേരിട്ടറിയാവുന്നവർ, ടവർ ലൊക്കേഷൻ സാക്ഷികൾ, മെഡിക്കൽ ഓഫീസർമാർ എന്നിവരുൾപ്പെടെയുള്ള വിപുലമായ സാക്ഷി പട്ടിക, 104 രേഖകൾ, പ്രതികളുടെ വിദേശ യാത്രാ രേഖകൾ, തമിഴ്നാട് പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകൾ, പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റുകൾ, മൊബൈൽ കോൾ ഡീറ്റെയിൽസ് എന്നിവയടങ്ങുന്ന ശക്തമായ രേഖകൾ. പ്രധാന ലക്ഷ്യം വകകൾ: കൊല്ലപ്പെടുമ്പോൾ ദിവ്യയും കുഞ്ഞും ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, തമിഴ്നാട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന DNA സാമ്പിളുകൾ തുടങ്ങിയ നിർണായക തൊണ്ടുമുതലുകൾ. കോടതിയിൽ ഇരകൾക്ക് നീതി ഉറപ്പാക്കാനായി പ്രോസിക്യൂഷനു വേണ്ടി ഹാജരാകുന്നത് പ്രമുഖ നിയമവിദഗ്ധരുടെ പാനലാണ്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് M. സലാഹുദ്ദീൻ, അഡ്വക്കേറ്റ് ദേവിക മധു, അഡ്വക്കേറ്റ് ഫസ്ന J എന്നിവരാണ് പ്രോസിക്യൂഷൻ കേസ് ശക്തമായി കോടതിയിൽ നയിക്കുന്നത്. മുഖ്യപ്രതി മാഹിൻ കണ്ണിനെതിരെ കൊലപാതക കുറ്റവും ഭാര്യ റുഖിയയ്ക്കെതിരെ കൊലപാതകത്തിനുള്ള ആസൂത്രണവും ഗൂഢാലോചനയുമാണ് ചുമത്തിയിട്ടുള്ളത്. 11 വർഷത്തോളം നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് വിദേശത്തും നാട്ടിലുമായി സുഖജീവിതം നയിച്ച പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദിവ്യയുടെ വൃദ്ധരായ മാതാപിതാക്കളും കുടുംബവും. ഈ ഇരട്ട കൊലപാതക കേസിലെ ഏറ്റവും പുതിയതും നിർണായകവുമായ നിയമ നടപടികൾ തിരുവനന്തപുരം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി 7 പൂർത്തിയായിരിക്കുകയാണ്. കേസിൽ ഏറെ നാളായി കാത്തിരുന്ന കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കൽ നടപടികൾ ജഡ്ജി അനിത് ജോസഫ് മുൻപാകെ പൂർത്തിയായി. ഒന്നാം പ്രതിയായ 45-കാരൻ മാഹിൻ കണ്ണിനും ഗൂഢാലോചനയിൽ പങ്കാളിയായ രണ്ടാം പ്രതി 38-കാരി റുഖിയയ്ക്കുമെതിരെയുള്ള കൃത്യമായ കുറ്റപത്രമാണ് കോടതി വായിച്ചു കേൾപ്പിച്ചത്. എന്നാൽ കോടതിക്ക് മുൻപാകെ തങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് ഇരുവരും വാദിച്ചത്. പ്രതികൾ കുറ്റം നിഷേധിച്ചതിനെ തുടർന്ന് കേസിന്റെ ഔദ്യോഗികമായ വിസ്താരം തുടർ വിചാരണ നടപടികളും വരുന്ന ഒക്ടോബർ മാസം മുതൽ ആരംഭിക്കാനാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. 15 വർഷം മുൻപ് നടന്ന ക്രൂരതയ്ക്ക് നിയമത്തിന്റെ മണ്ണിൽ അന്തിമ വിധി കുറിക്കാനുള്ള ദിവസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോൾ പുറത്തുവന്നതാകട്ടെ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിക്കുന്ന കുറ്റസമ്മത മൊഴികൾ. കൊലപാതകം നടന്ന 2011 ഓഗസ്റ്റ് 18 തന്നെ ദിവ്യയും കുഞ്ഞിനെയും താൻ കടലിൽ എറിഞ്ഞു കൊന്നിരുന്നുവെന്ന് മാഹിൻ കണ്ണ് ക്രൈംബ്രാഞ്ചിനോട് സമ്മതിച്ചിട്ടുണ്ട്. അതിലും ക്രൂരമായ മറ്റൊരു വസ്തുത കൊലപാതകത്തിന് ശേഷം ഈ പ്രതികൾക്ക് യാതൊരുവിധ കുറ്റബോധവും ഉണ്ടായിരുന്നില്ല എന്നതാണ്. കടലിൽ തള്ളിയ ദിവ്യയുടെയും കുഞ്ഞു ഗൗരിയുടെയും മൃതദേഹങ്ങൾ 2 ദിവസത്തിനു ശേഷം തമിഴ്നാട് തീരത്ത് കരയ്ക്കടിഞ്ഞപ്പോൾ അവിടുത്തെ ആശുപത്രി മോർച്ചറിയിൽ പോയി ഈ അജ്ഞാത മൃതദേഹങ്ങൾ മാഹിൻ കണ്ണ് നേരിട്ട് കണ്ടിരുന്നു. താൻ കൊലപ്പെടുത്തിയ സ്വന്തം ചോരയും പങ്കാളിയും മോർച്ചറിയിൽ ജീവനറ്റ നിലയിൽ കണ്ടിട്ടും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് ഇയാളെന്ന് ആശുപത്രിയിൽ നിന്ന് തിരിച്ചിറങ്ങിയത്. തുടർന്ന് നാട്ടിലെത്തിയ ദിവ്യ വേളാങ്കണ്ണിയിലുണ്ടെന്ന കള്ളക്കഥ മെനഞ്ഞ് വീട്ടുകാരെയും പോലീസിനെയും വിഡ്ഢികളാക്കുകയായിരുന്നു. 11 വർഷത്തിനു ശേഷം തെളിയിക്കപ്പെട്ട ഈ ഒരു കേസ് ആയതുകൊണ്ട് കേവലം ഒരു കുറ്റസമ്മത മൊഴി കൊണ്ട് മാത്രം പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് പ്രോസിക്യൂഷന് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ശാസ്ത്രീയ തെളിവുകൾക്കാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് M. സലാഹുദ്ദീൻ മുൻഗണന നൽകുന്നത്. അന്ന് തമിഴ്നാട് പോലീസ് കണ്ടെടുത്ത മൃതദേഹങ്ങൾ ദിവ്യയുടേതും ഗൗരിയുടേതുമെന്ന് ഉറപ്പാക്കാൻ ദിവ്യയുടെ അമ്മ രാധയുടെ DNA സാമ്പിളുകൾ ശേഖരിച്ച ക്രൈംബ്രാഞ്ച് ശാസ്ത്രീയ പരിശോധന നടത്തിയിരുന്നു. തമിഴ്നാട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹാവശിഷ്ടങ്ങളുടെ DNA ഫലവും അമ്മ രാധയുടെ DNA ഫലവും തമ്മിൽ കൃത്യമായി ഒത്തുപോയത് കേസിൽ പ്രോസിക്യൂഷന് ലഭിച്ച ഏറ്റവും ശക്തമായ ആയുധമാണ്. വിചാരണ വേളയിൽ പ്രതിഭാഗത്തിന്റെ എല്ലാ വാദങ്ങളെയും പൊളിക്കാൻ ഈ ഒരൊറ്റ DNA റിപ്പോർട്ട് കൊണ്ട് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനൊപ്പം പ്രതികളുടെ അന്നത്തെ മൊബൈൽ ടവർ ലൊക്കേഷനുകളും കൃത്യമായി മാപ്പ് ചെയ്താണ് കുറ്റപത്രം തയ്യാറാക്കിയത്. ഈ കേസിൽ മാഹിൻ കണ്ണിന്റെ ക്രൂരതയോളം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അന്ന് മാറനല്ലൂർ പോലീസിന് സംഭവിച്ച ഗുരുതരമായ വീഴ്ചയും ഉത്തരവാദിത്തമില്ലായ്മയും. ദിവ്യയും കുഞ്ഞിനെയും കാണാതായി 4ാം ദിവസം തന്നെ മാതാപിതാക്കൾ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടും പോലീസ് അത് ഗൗരവമായി എടുത്തില്ല. കാണാതായ ദിവസം മാഹിൻ കണ്ണ് പൂവാറിലും തമിഴ്നാട് അതിർത്തിയിലുമുണ്ടായിരുന്ന ഫോൺ രേഖകൾ പോലീസിന് ലഭിച്ചു. തമിഴ്നാട്ടിൽ അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടെത്തിയ വിവരവും അതിർത്തി സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അന്ന് മാറനല്ലൂർ പോലീസ് ഈ ഫോൺ രേഖകൾ പിന്തുടരുകയോ സംസ്ഥാനത്തെ വിവരങ്ങൾ പരിശോധിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ 2011 തന്നെ ഈ കൊലപാതക വിവരം പുറത്തുവരുമായിരുന്നു. കൂടാതെ പ്രതികൾക്ക് വിദേശത്തേക്ക് കടക്കാനുള്ള സാവകാശവും ലഭിക്കുമായിരുന്നില്ല. പോലീസിന്റെ ഈ അനാസ്ഥയാണ് കേസ് 11 വർഷം നീണ്ടുപോകാൻ ഇടയാക്കിയത്. ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടികൾക്കുള്ള ശുപാർശകളും അന്വേഷണത്തിന്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ട്.